Our next topic is regarding class. Already we discussed about object. Each object has got its own identity, behavior as well as properties. But now when we talk about a class, in a class we can have a set of objects which share common behavior. ഒരു സെറ്റ് ഓഫ് ഓബ്ജക്ട്സ് ഉണ്ടായിരിക്കും. ആ സെറ്റ് ഓഫ് ഓബ്ജക്ട്സ് കോമൺ ആയിട്ടുള്ള കുറേ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് എടുത്തു എന്ന് വിചാരിക്കുക. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സിൽ തന്നെ ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്സ്, പൈനാപ്പിൾ, ഇതുപോലെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സുകളുണ്ട്. ആ ഫ്രൂട്ട്സുകൾക്കെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്താണ്? വി ആർ ഏബിൾ ടു ഈറ്റ് ദാറ്റ്. ചിലത് സ്വീറ്റ് ആയിരിക്കും, ചിലത് സോർ ആയിരിക്കും, അതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. ബട്ട് എവറിത്തിങ് ഈസ് കാറ്റഗറൈസ്ഡ് ആസ് ഫ്രൂട്ട്സ് സിൻസ് വി ആർ ഏബിൾ ടു ടേസ്റ്റ് ഇറ്റ്. അതേപോലെ തന്നെ വി ക്യാൻ കോൾ ദ ക്ലാസ് ആസ് എ ബ്ലൂ പ്രിന്റ് ടു ക്രിയേറ്റ് ദ ഓബ്ജെക്റ്റ്. എന്താണ് അതിനർത്ഥം? അതായത് ഒരു ക്ലാസ്സിൽ ഇപ്പം നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒരു കാറ്റഗറി ആയിട്ട് ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് പറയുന്നത് പോലെ ഇനി പുതിയതായിട്ട് വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് വന്നാലും നമ്മൾ ആ ഗ്രൂപ്പിൽ തന്നെയാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ഡിസൈൻ ഓർ ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ പ്ലാറ്റ്ഫോം വെയർ വി കുഡ് സ്റ്റോർ ഇറ്റ്. സിമിലർ ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് ക്യാൻ ബി യൂസ്ഡ് ഹിയർ. ഒരേപോലെയുള്ള ഒബ്ജക്റ്റുകളാണ് ഇവിടെ വരുന്നത്. അതിനെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ, കൺസിഡർ എ സ്കൂൾ. ഇൻ എ സ്കൂൾ വി ആർ ഹാവിംഗ് എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഇൻക്ലൂഡഡ് ആൻഡ് ഈച്ച് സ്റ്റുഡൻറ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എൻ ഒബ്ജക്ട് ഹു ബിലോങ്സ് ടു ദിസ് കാറ്റഗറി. So likewise, not only about fruits, vegetables, trees, plants, anything can be considered as a class. And each and every plant can be considered as a member who belongs to that particular class, and that member can be considered as an object. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലാസിന്റെ ഭാഗമാണ്. ആ ക്ലാസ്സിൽ നമുക്ക് എത്ര ഒബ്ജക്ട്സ് വേണമെങ്കിലും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ക്ലാസ് can be considered as an object factory since there is no limitation in the number of objects.